ആപ്കി അദാലത്തിൽ ഉദ്ധവ് താക്കറെ ശിവസേന നേതാവ് സഞ്ജയ് റാവുത്തിന്റെ മേലുള്ള ആദ്യ കുറ്റാരോപണം ഇദ്ദേഹം സെൻസേഷനിൽ ഉണ്ടാക്കാൻ വേണ്ടി വാർത്തകൾ മുഖേന സ്റ്റണ്ട് അടിക്കുന്നതായി പറയുന്നു. സഞ്ജയ് സാർ, താങ്കളെപ്പറ്റി ഇവിടെ എല്ലാവർക്കും അറിയാം. താങ്കൾ ക്രൈം റിപ്പോർട്ടറായിരുന്നു. ആ സമയത്താണ് താങ്കൾ വളരെ പ്രസിദ്ധമായ ക്രൈം കേസുകൾ എഴുതിയിരുന്നത്. ആ ശീലം ഇപ്പോഴും താങ്കളെ വിട്ടു പോയിട്ടില്ലെന്ന് തോന്നുന്നു. താങ്കളുടെ സ്റ്റേറ്റ്മെന്റും താങ്കളുടെ എഴുത്തുകളും രാഷ്ട്രീയത്തിൽ ദിവസവും ഒരു സെൻസേഷനിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം തന്നെ വലിയൊരു ക്രൈം അല്ലേ? ഇപ്പൊ കൂടുതലും ക്രൈം നടക്കുന്നത് രാഷ്ട്രീയത്തിൽ തന്നെയാണ്. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്, ഞാൻ സ്റ്റണ്ട് ചെയ്യുന്നു എന്ന്, സെൻസേഷന് വേണ്ടി. താങ്കൾക്കൊരു ഉദാഹരണം പറയാമോ? ഈ സ്റ്റണ്ട് ഒന്നു മാത്രമല്ല, ധാരാളം ഉണ്ട്. പറയൂ. ആദ്യത്തെ ഉദാഹരണം, ഇപ്പോ ഈയിടയ്ക്ക് താങ്കൾ ഒരു അഭിപ്രായം പറഞ്ഞു. ശിവസേനയുടെ പേരിൽ പിന്നെ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി 2000 കോടി രൂപയുടെ ചർച്ചകൾ നടന്നതായിട്ട് പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? അപ്പൊ അതിലേതാ ശരിയെന്ന് താങ്കൾ പറയും? ഞാൻ സത്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഞാൻ ശരിയായ കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ഇന്ന് രാഷ്ട്രീയം എന്ന് പറയുന്നത് പണത്തിന്റെ ഒരു കളിയാട്ടമാണ്. അതാണ് സത്യം. ഇപ്പൊ എല്ലാവർക്കും അതറിയാം. പണം വെച്ചുകൊണ്ടുള്ള ഏറ്റവും വലിയ കളി രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ പണം ഒന്നുമില്ലാതെ തന്നെ വലിയൊരു പാർട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ് ഞങ്ങൾ. ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുമുണ്ട്, ഗവൺമെന്റ് വീഴ്ത്തിയിട്ടുമുണ്ട്. എല്ലാം പണത്തിന്റെ ഒരു കളിയല്ലേ? CM ഏക്നാഥ് ഷിൻഡെ ഇല്ലേ, അദ്ദേഹം പറയുന്നത് ഇലക്ഷൻ വരുന്ന സമയത്ത് ഒരു സ്വാതന്ത്ര്യ സമരം. ഈ നാട്ടിൽ ഇപ്പോൾ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? ഇവിടെ ഒരു എതിർകക്ഷി എന്നൊന്നുണ്ടോ? ഇപ്പോ അവസാനത്തെ ആശാകിരണവും കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ്. അതിപ്പോ റൂൾസ് ആൻഡ് റെഗുലേഷൻ ആയാലും ഇലക്ഷൻ ആയാലും സെൻട്രൽ ഏജൻസി കൂടി ആയിരിക്കാം. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതുവരെ 2000 കോടി മഹാരാഷ്ട്രൻ രാഷ്ട്രീയത്തിൽ ചെലവായിട്ടുണ്ട്. മാത്രമല്ല, ഈ പറഞ്ഞ കാര്യത്തിലും ശിവസേന എന്ന പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ മിക്കവാറും എല്ലായിടത്തും തന്നെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അതായത്, നമ്മൾ ഇലക്ഷനിൽ തയ്യാറാകുമ്പോൾ എന്നും പറയാറുണ്ട് 50 ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെന്ന്. ഇമാതിരി 50-50 വിഷയത്തിൽ 50-50 കോടിയാണ് കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ. അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആരും മറുത്ത് പറയുമില്ല. ഇപ്പൊ നോക്കൂ, നമ്മുടെ 50 MLA മാർ തോറ്റുപോയാൽ 50-50 വെച്ചു കൊടുത്താൽ അത് 1000 കോടി ആയില്ലേ? ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇലക്ഷനിൽ നമ്മുടെ റിസൾട്ട് പോലും വന്നിരിക്കുന്നത്. ഈ 50 പേർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത പബ്ലിസിറ്റി വിഷയങ്ങൾ ഇലക്ഷന്റെ സമയത്ത് താങ്കളല്ലേ പറഞ്ഞത് 2000 കോടി രൂപ ചെലവായിട്ടുണ്ട്, അതിനുശേഷമാണ് ഗവൺമെന്റ് തന്നെ മാറിയെന്ന്. ഇലക്ഷനിൽ എന്താണ് നടന്നതെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് പോലും അതറിയാം. അങ്ങനെ ഇരിക്കുമ്പോ ഇത്രയും വലിയൊരു ഇലക്ഷൻ നടക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം അറിയാം. പറഞ്ഞു വരുന്നത് 2000 കോടി ഒരു ചെറിയ കാര്യമാണോ അതോ? അല്ല, വളരെ ചെറിയ എമൗണ്ട് ആണ്. ഒറിജിനൽ എമൗണ്ട് എത്രയാണെന്ന് എല്ലാവരുടെയും ഞാൻ കണക്ക് പറയാം. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ ശിവസേന പാർട്ടിയുടെ 384 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഇല്ലേ, അതിനെക്കുറിച്ചുള്ള സങ്കടം സഞ്ജയ് റാവത്തിനുണ്ട്. അത് കൈവിട്ട് പോകാൻ പാടില്ലല്ലോ. അതായത് ഈ നാട്ടിലെ രാഷ്ട്രീയത്തിൽ 300 കോടിയൊക്കെ എന്ത്? താങ്കൾ തന്നെ പറയൂ. ഇതെത്ര പഴയ പാർട്ടിയാണെന്നറിയില്ലേ? കഴിഞ്ഞ 50 വർഷമായി ഈ പാർട്ടി ഇവിടെ തന്നെയുണ്ട്. ഇത്രയും കാലം മുംബൈയിലും രാജ്യത്തെ ഗവൺമെന്റിലും സെൻട്രലിലും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരു പാർട്ടിയുടെ ഫണ്ട് എവിടെ നിന്ന് വരും? 300 കോടി 400 കോടിയൊക്കെ ഡിപ്പോസിറ്റ് ചെയ്താൽ അത് ഷിൻഡെ സാറിന്റെ വയറുവേദനയ്ക്ക് കാരണമാവരുതല്ലോ. എനിക്കെന്തോ ഇത് കുറവായിട്ടാണ് തോന്നുന്നത്. അവരെന്താണ് കരുതുന്നത് വെച്ചാൽ, മാധുശ്രീയോടൊപ്പം പ്രശ്നം വന്നിട്ടുണ്ട്. അതായത് ബാലാസാർ അവിടെയുള്ള 2 ഫ്ലോർ 2 ബ്രദേഴ്സിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്നു. മൂന്നാമതായി ശിവസേനയ്ക്ക് എഴുതി വെച്ചിരിക്കുന്നു. ഇത് നോക്കൂ, എലക്ഷൻ വന്ന കാരണം ഇവരെല്ലാവരും കൂടി ശിവസേനയെ അത്തരത്തിലാണ് കാണുന്നതെന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അവരെന്തു തന്നെ പറഞ്ഞോട്ടെ, ഇതെല്ലാം 2-3 മാസത്തിൽ നുണയാണെന്ന് തെളിയും. ഈ കളിക്കണ കളികളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചു മാസത്തേക്ക് മാത്രം. ഒറിജിനൽ ശിവസേന ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ തന്നെ ഉണ്ടാകും. ഇനി എന്താണ് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാം. പക്ഷേ 40 MLA മാർ അവരുടെ പക്കലാണ്, 12 40 MLA ഇല്ലെങ്കിൽ എന്താ പാർട്ടി നടക്കില്ലേ? 40 MLA മാരെ ആരാ ജയിപ്പിച്ചത്? ആരാ MLA ആക്കിയത്? പാർട്ടിയല്ലേ? താക്കറെ സാറല്ലേ? ബാലാസാഹിബ് താക്കറെക്ക് നല്ല പവറായിരുന്നു. എല്ലാവരും അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വോട്ട് ചെയ്തത്. ഇപ്പോൾ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 40 പേർ വീണ്ടും ഇലക്ഷനിൽ പോയി, എന്നിട്ട് ജയിച്ചിട്ട് വരും. അപ്പൊ മനസ്സിലാകും ഒറിജിനൽ ശിവസേന എവിടെയാണെന്ന്. സജയ് സാർ, അതായത് ഇലക്ഷന്റെ സമയത്ത് താങ്കൾ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, ശിവസേന എങ്ങനെയാണ് നടക്കുന്നത് വെച്ചാൽ അതൊരു ലോക് താന്ത്രിക് പാർട്ടി, അതുപോലെ ഉദ്ധവ് താക്കറെ തനിക്ക് ഇഷ്ടമുള്ള നല്ല രീതിയിലുള്ള രാഷ്ട്രീയം ഇവിടെ ഉണ്ടോ? നിങ്ങൾ ശിവസേനയെ പറ്റി പറയുന്നു. ഇപ്പൊ ഇവിടെ ആരെയാണ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്? ആരെ പ്രസിഡന്റ് ആക്കണം? അവർക്ക് എന്ത് ജോലി കൊടുക്കണം?
ശിവസേന ഏത് ഡയറക്ഷനിൽ പോകണമെന്നൊക്കെ ഞങ്ങളല്ലേ ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ഇലക്ഷൻ കാലത്തെ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ ഞങ്ങൾ പാലിക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പോ ശേഷൻ സാറില്ല. ശേഷൻ സാർ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുവോ? ഞങ്ങളും കണ്ടോണ്ട് തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന ഇലക്ഷൻ അത് നമ്മളെ തന്നെ തിരിച്ചറിയേണ്ട സമയമാണ്. താങ്കൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ശിവസേന ശരിയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ശിവസേനയുടെ പേര്, ശിവസേനയുടെ ചിഹ്നം അതെല്ലാം എന്തുകൊണ്ടാണ് ഷിൻഡെയുടെ പാർട്ടിക്ക് നിങ്ങൾ കൊടുത്തത്? BJP നേതാക്കളൊക്കെ ഡൽഹിയിൽ സെറ്റിലായി കഴിഞ്ഞു. താക്കറെ സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ശിവസേന എപ്പോഴും താക്കറെ സാറിന്റെ കൂടെയല്ലേ ഉണ്ടാവുക. ഇത് ആപ്കി അദാലത്ത്, ഇത് രജത് ശർമ്മയുടെ പ്രോഗ്രാം. ഇവിടെ ജോലി ചെയ്തിരുന്ന ഇലക്ട്രീഷ്യനോ ലൈറ്റ്മാനോ അല്ലെങ്കിൽ കാർപ്പന്റേഴ്സോ വന്ന് ഇത് ഞങ്ങളുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ആപ്കി അദാലത്ത് ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായം? ഇത് രജത് ശർമ്മയുടെ പ്രോഗ്രാം. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങൾ തന്നെ ചെയ്യുന്നതല്ലേ ഭംഗി. പിന്നെന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞത്? പേര് നഷ്ടപ്പെട്ടു, ഇലക്ഷനും പോയി, താക്കറയുടെ ബ്രാൻഡ് തനിയെ നിൽക്കുമെന്ന് താങ്കൾ എങ്ങനെ പറയും? എന്തുകൊണ്ട് നടക്കില്ല? താക്കറെ ബ്രാൻഡാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഷിൻഡെ കൂടെ ടാക്കറെ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റാണ്. അതായത് താക്കറയുടെ പേരില്ലാതെ അവർക്ക് വരാൻ പറ്റില്ലെന്നുള്ളത് കൊണ്ടാണ് അവരത് പറയുന്നത്. ഇവരെന്താ ചെയ്തിരിക്കുന്നു നോക്കൂ. ഈ ശിവസേന ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. എല്ലാവരും പറയും ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്, താക്കറയുടെ പേര് കൊടുത്തിട്ടുണ്ടെന്ന്. അതാണ് സത്യം. കാരണം താക്കറയുടെ പേരില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരെയും കോംപ്രമൈസ് ചെയ്ത് വെക്കാമായിരുന്നല്ലോ. താക്കറയ്ക്ക് പേരും കിട്ടിയിരുന്നതിനെയും പാർട്ടിയും നടന്നു. ഒരാവശ്യവുമില്ല. എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു. ഞങ്ങളാരെയും ഓട്ടിച്ചില്ല, നിങ്ങളായിട്ട് തന്നെ ഓടിപ്പോയതാ. അതായത് ഭയന്നിട്ടാണ് ഓടിയത്. നിങ്ങൾ EDക്കും CBIക്കും ഭയന്നിട്ട് പോയി. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചതേയില്ല. ഏത് പാർട്ടിയാണോ നിങ്ങൾക്ക് ജീവൻ തന്നത്, നിങ്ങൾക്ക് നല്ലൊരു പേരുണ്ടാക്കി തന്നത്, ആ പാർട്ടിയുടെ മുതുകത്ത് കത്തികൊണ്ട് കുത്തിയിട്ട് നിങ്ങൾ ഓടിപ്പോയി. അങ്ങനെയുള്ളവരോട് കൂടെ എന്തിനു നിൽക്കണം? ശിവസേന ആരുടെ മുന്നിലും തലകുനിച്ച് നിൽക്കില്ല. മറ്റവരെ കൊണ്ട് തല കുനിപ്പിക്കും. ഇപ്പൊ അവര് പോട്ടെ, നാളെ തീർച്ചയായും വരും. ഇത് മഹാരാഷ്ട്ര, നമ്മുടെ നാട്. ജനങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ഈയിടയ്ക്ക് ഞാൻ വളരെ പ്രസിദ്ധമായ ഒരു കേസ് അത് എഡിറ്റോറിയൽ വായിച്ചു. അതായത് മഹാരാഷ്ട്രയുടെ ഗവൺമെന്റ് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഏതോ മായാജാലങ്ങൾ ചെയ്തെന്ന് കേട്ടു. പച്ചമുളകും നാരങ്ങയൊക്കെ വെച്ച് എന്തോ ഒരു പരിപാടി. അത് സത്യമാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, പബ്ലിക്കിൽ പോയി സർവേ ഒന്ന് എടുത്തു നോക്കൂ. അപ്പൊ അറിയാം മഹാരാഷ്ട്രയിൽ എന്താണ് നടക്കുന്നതെന്ന്. താങ്കൾ പറയുന്നത് സത്യമാണോ? നിങ്ങൾ പോയി ജനങ്ങളുടെ മുന്നിൽ നിന്ന് ചോദിച്ചു നോക്കൂ. നിങ്ങൾ പബ്ലിക്കിന്റെ ഇടയിൽ നിന്നും ചോദിക്കൂ, അല്ലെങ്കിൽ CM ഓഫീസിൽ പോയി ചോദിക്കൂ. ഗുവാഹട്ടിയിൽ ആ അമ്പലത്തിൽ പോയിട്ട് എന്താണ് ചെയ്തത്? ആരെയൊക്കെ ബലി കൊടുത്തു? മറ്റൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു, കാമാക്ഷ അമ്പലത്തിൽ ബലിയൊക്കെ നൽകിയെന്ന്. അത് പദവി ഉണ്ടാക്കുന്നതിന് വേണ്ടി, പദവി നിലനിർത്താൻ വേണ്ടി, എല്ലാം ശരിയാക്കുന്നതിന് വേണ്ടി ബലി കൊടുത്തു. അതെല്ലാവർക്കും അറിയാവുന്നതല്ല, അതിൽ മറയ്ക്കാനൊന്നുമില്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വല്ല രഹസ്യമായ കാര്യമാണോ അത്? നിങ്ങൾ മഹാരാഷ്ട്രയിലെ ഏതൊരു വീട്ടിൽ വേണമെങ്കിലും ചോദിച്ചോളൂ. അവിടെ എന്തൊക്കെ മായാജാലമാണ് നടക്കുന്നത് ചോദിച്ചു. ആരോട് ചോദിച്ചാലും പറയും മഹാരാഷ്ട്രയിലെ ഓരോ വീടും അറിയാം. ഇത് മഹാരാഷ്ട്രയുടെ പാരമ്പര്യമേ അല്ല. ഇങ്ങനെയൊന്നും ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ പാരമ്പര്യമേ അല്ല. നോക്കിയാൽ അതുപോലൊക്കെ ചെയ്യുന്നത് ശരിയാണ്. ചോദിച്ചു നോക്കൂ. ചോദിച്ചു നോക്കാമല്ലോ. എന്തോ മാജിക് ചെയ്ത് ഗവൺമെന്റ് രൂപീകരിച്ചു. ജനങ്ങൾ തൂക്കി എറിഞ്ഞ ഓടിപ്പോവും എവിടെയെങ്കിലും. പക്ഷെ താങ്കൾ എഴുതിയിരുന്നു സുപ്രിയജിയുടെ സാരിയിൽ തീ പിടിച്ചെന്നൊക്കെ. പിന്നെ ആർക്കോ ആക്സിഡന്റ് ആയിരുന്നു. മഹാരാഷ്ട്രയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഒരുപാട് കാലമായി. ഇന്ന് ഗവൺമെന്റ് തലത്തിലല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ജനങ്ങൾക്കറിയാം, പറയുന്നുമുണ്ട്. മന്ത്രതന്ത്രങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അപമാനകരമായ കാര്യമാണ്. ഞാനൊരു കാര്യം പറയാം. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ സുപ്രിയജിയുടെ സാരിയിൽ തീ പിടിച്ചു, അജിത് പവാർ ലിഫ്റ്റിൽ കുടുങ്ങി, പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ട് പുറത്തു വന്നു. ബാലാസാർ അവിടെ തന്നെ വീണ് തോളിൽ പരിക്ക് പറ്റി. ധനഞ്ജയൻ മുണ്ടയ്ക്ക് ആക്സിഡന്റ് ആയി. പിന്നെ സഞ്ജയ് റാവു ജയിലിലും പോയെന്ന്. ഇതിനെല്ലാം കാരണം ആ മാന്ത്രികമാണ്. വിനായക് മെട്ടെ മരിച്ചുപോയി, അതും ഈ ലിസ്റ്റിൽ ചേർത്തിക്കോളൂ. ഇങ്ങനെയൊക്കെ പബ്ലിക്കാണ് പറയുന്നത്, ജനങ്ങളാണ് പറയുന്നത്. ആ ഒരു ലൈൻ വായിക്കാൻ നിങ്ങൾ മറന്നുപോയി. ഇതെല്ലാം പറഞ്ഞത് മഹാരാഷ്ട്രയിലെ ജനങ്ങളാണ്. അതെ, ജനങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് താങ്കൾ എഴുതിയിരിക്കുകയാണ്. ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ പ്രധാനപ്പെട്ട പദവികളൊക്കെ വഹിക്കുന്ന മന്ത്രിമാരെല്ലാം ഹോസ്പിറ്റലിലെ ബെഡിൽ കിടക്കുകയാണെന്ന്. ഇതുണ്ടല്ലോ, ഇത് ഗവൺമെന്റിന്റെ ജനങ്ങളുടെ ആഗ്രഹമായിരിക്കാം. അതായത് ഈ നാട്ടിലെ ജനങ്ങളുണ്ടല്ലോ, അവര് നീതിയും ന്യായവും ഒക്കെ നോക്കുന്നവരാണ്. ഒന്നുമില്ലെങ്കിൽ അവരെ ജയിലിൽ അടച്ചേക്കൂ, അല്ലെങ്കിൽ അങ്ങ് കൊന്നുകളഞ്ഞേക്കൂ. ഒന്നിനും അവർ ഭയപ്പെടില്ല. പക്ഷെ അതുമൊക്കെ താണ്ടി ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു. ഇന്ന് ഈ അദാലത്ത് വരെ വന്നിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഇനിയും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ മഹാരാജ്യം ഒന്നും കൂടെ സ്വതന്ത്രമാകും. അപ്പൊ കുറച്ചു നാളിനുള്ളിൽ അവരുടെ ബ്ലാക്ക് മാജിക് ഒക്കെ പുറത്തു വരുമല്ലോ. മാജിക് തന്നെയല്ലേ? ബാലാസാഹിബ് താക്കറയ്ക്കൊരു മാജിക് ഉണ്ട്. അത് വലിയൊരു മാജിക്കാണ്.
ഈയിടെയായി താങ്കൾ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. അതായത് അതിൽ ഉദ്ധവ് താക്കറെക്ക് അസുഖമില്ലാതെ കിടക്കുകയാണെന്ന്, ആരോ അദ്ദേഹത്തിന് കൈവശം വെച്ചു എന്നൊക്കെ. എന്താ നടന്നതെന്നറിയോ? 6-8 മാസം, ഏതാണ്ട് ഒരു വർഷം, ടോട്ടൽ മഹാരാഷ്ട്ര തന്നെ ടയേർഡായിപ്പോയി. ഉദ്ധവ് താക്കറെ പോലുള്ളൊരു വ്യക്തി അസുഖം ബാധിച്ച് കിടപ്പിലായി, ഓർമ്മയും നശിച്ചു. അതിനുള്ളിൽ ഈ ഗവൺമെന്റിനെ വീഴ്ത്താനുള്ള ശ്രമം ആരംഭിച്ചു. നമ്മുടെ നേതാവാണെങ്കിൽ കിടക്കപ്പായിലും സീരിയസ് ആയിരിക്കുന്നു, അൺകോൺഷ്യസ് ആയിരിക്കുന്നു. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ചില ഫ്രണ്ട്സ് അത് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് ഭരണം തകർക്കാനാണ് ശ്രമിച്ചത്. അതിന്റെ അർത്ഥം ഇതാണോ ജനാധിപത്യം? പക്ഷെ അതിനെതിരായിട്ട് പോരാടാൻ വേണ്ടി താങ്കൾ കോർട്ടിൽ പോയില്ലേ? തീർച്ചയായും പോരാടും. എന്റെ ആയുസ് പക്ഷേ മുഴുവൻ ഞാൻ ഇവിടെ ഒരു കാര്യം പോരാടും. നോക്കിയാൽ താങ്കൾ എഴുതിയിരിക്കുന്നത് കോർട്ടിൽ പോയി പോരാടണം, പക്ഷെ നിങ്ങൾ എഴുതിയിരിക്കുന്നു ന്യായവും ധർമ്മവും ചിലരുടെ പോക്കറ്റിലാണ് ഉള്ളതെന്ന്. തീർച്ചയായും യോജിക്കുന്നു. അത് ഞാൻ എഴുതിയത് സത്യമാണ്. അക്കാര്യം ഞാൻ വെറുതെ പറഞ്ഞതൊന്നുമല്ല. അത് ഞാൻ ഒറ്റയ്ക്കാണ് പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ ഞാൻ തന്നെ സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് മിക്കവാറും എല്ലാ ജനങ്ങളും നിയമത്തിന്റെ വഴികൾ, ഇതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ നാട്ടിൽ ന്യായമൊന്നുമില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നീതിന്യായ കോടതി, അതായത് സുപ്രീം കോടതി, അതിലാണ് ഞങ്ങൾക്ക് മുഴുവൻ വിശ്വാസവും. തീർച്ചയായും ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റു ചില കാര്യങ്ങളും താങ്കൾ എഴുതിയിട്ടുണ്ട്. അതായത് പദവിയിലുള്ളവർ ഖജനാവിന്റെ ബംഗ്ലാവ് പോലെയാണെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേയില്ല. മഹാരാഷ്ട്രയിൽ ഒരു കവിയുണ്ട്, അണ്ണാ ഭാവ് സാട്ടെ. ഇത് അദ്ദേഹം എഴുതിയ പുതിയൊരു കവിതയാണ്. അതാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി ഒരുപാട് താങ്കൾ കാര്യങ്ങളുണ്ട്. എഴുതിയിരിക്കുന്നു ആരടുത്ത് പോയാണ് ന്യായം ചോദിക്കുന്നത്? കാരണം ഇവിടെ ന്യായം ചോദിച്ച് പോരാടാനുള്ള സന്ദർഭമില്ല. ഡെഫിനറ്റ്ലി ന്യായം അന്വേഷിച്ചു വരുന്നവർക്ക് ന്യായം കൊടുക്കുന്നതിന് പകരം ചിലവർ രാജ്യസഭയിൽ പോകുന്നു, ചിലർ രാജ്യപാലാകുന്നു, മറ്റു ചില ആൾക്കാർ കോർപ്പറേഷന്റെ ചെയർമാനാകുന്നു. ന്യായം നടക്കുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ കോർട്ടിൽ ഈ ചെയറിലാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ ഒരുപക്ഷെ പക്ഷപാത രീതിയിലല്ലാതെ ചിന്തിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായി നിങ്ങൾ സംസാരിക്കരുതല്ലോ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അവരുടെ നോട്ടമാണ് ആ റിട്ടയർമെന്റ് കാലത്തേക്ക്. അത് നോക്കിയിട്ടാണ് അവർ നിയമം പോലും പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ നിങ്ങൾക്ക് കോടതികളെ ഭയമില്ലേ? എതിർക്കുമ്പോൾ താങ്കൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ആ വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. വാക്കുകളെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും, അത് സത്യമാണ്. പക്ഷേ ഇത് ഇല്ല, ഞാൻ താങ്കളുടെ പറഞ്ഞിട്ടില്ല. പേരിലാണ് ഇത് ഈ പ്രിന്റ് print and ആയിരിക്കുന്നത്. publish ഇതില് എന്ന് പ്രിന്റ് ആൻഡ് പറയുന്നത് പബ്ലിഷ് സഞ്ജയ് റാവുത്ത് എന്നാണ് ട്വീറ്റ് ആയിരിക്കുന്നത്. ഇത് താങ്കൾ മറാഠി ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു. താങ്കൾ എഴുതിയിരിക്കുന്നു ന്യായം കൊടുക്കേണ്ട കോടതി പോലും പണബലത്തിന്റെ വെപ്പാട്ടിയാണെന്ന്. സത്യം പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ ഒരു പ്രമുഖ കവി അണ്ണാ ഭാവ് സാറ്റയുടെ പേര്, അദ്ദേഹത്തിന്റെ ഒരു കവിതയിലെ വരി മാത്രമാണിത്. പക്ഷേ അതാണ് ഇത് ഞാൻ അദ്ദേഹത്തിന്റെ പറഞ്ഞത്. കവിതയാണെന്ന് എഴുതിയിട്ടില്ലല്ലോ. ഇല്ലില്ല, അതല്ല ഞാൻ പറഞ്ഞു വന്നത്. സർ, നോക്കൂ, ഇത് പിന്നെ താങ്കൾ അത് എന്താണെന്ന് വെച്ചാൽ ട്വീറ്റാണ്. നിങ്ങളുടെ താങ്കളുടെ കയ്യിലുള്ളത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജനങ്ങളും എന്നെ പറ്റി ഇൻകംപ്ലീറ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നതും. ശരി, അപ്പോൾ എല്ലാ കാര്യങ്ങളും താങ്കൾ തന്നെ പറഞ്ഞു. നോക്കൂ, ഇതെന്റെ കവിതയല്ല, പക്ഷെ അതിന്റെ ആശയമുണ്ടല്ലോ, അത് ഈ രാജ്യത്തിന്റെ ആശയമാണ്. മറ്റൊരു കാര്യവും എന്റെ കൈവശമുണ്ട്. അതായത് അതില് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അതായത് ഇഡിയോട് പറയാണ്, എന്നോട് വഴക്കിന് വരണ്ട, ഞാൻ നഗ്നനായ ആളാണ്. അതെ, അങ്ങനെ പറഞ്ഞതിൽ എന്താ തെറ്റ്? അതിൽ ഞാൻ എന്ത് തെറ്റാണ് പറഞ്ഞെന്ന് പറയൂ. ഞാൻ പറഞ്ഞത് താങ്കൾ എന്താണ്? നഗ്നനാണെന്ന് പറഞ്ഞത് തെറ്റാണോ അതോ വഴക്കിന് വരണ്ടെന്ന് പറഞ്ഞോ? രണ്ടുമുണ്ടല്ലോ. നിർവ്വാണം എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിലൊന്നുമില്ല. ബാലാസാഹേബ് താക്കറെയുടെ ആശയങ്ങൾ മാത്രം. എന്റെ കയ്യിലോ പോക്കറ്റിലോ ആകെ ഒരു കാർഡേ ഉള്ളൂ, അതാ ഞാൻ വെച്ചിരിക്കുന്നത്. ആ ID കാർഡാണ് എന്റെ പവർ. എന്റെ പാർട്ടി, എന്റെ ജനങ്ങൾ, ഇതല്ലാതെ എനിക്ക് വേറെ സ്വത്തൊന്നുമില്ല. ED CBI എന്തിനാ എന്റെ പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഗവൺമെന്റിന് ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണോ? ആരൊക്കെ ഗവൺമെന്റിനെതിരായി സംസാരിക്കുന്നുവോ അവരൊക്കെ ദേശദ്രോഹികളാണോ? ഉടനെ അവരുടെ പുറകെ EDയും CBIയും അയക്കുകയാണോ? അത് മഹാരാഷ്ട്രയിലായിരിക്കാം, ഡൽഹി ആയിരിക്കാം, ഛത്തീസ്ഗഡ് ആയിരിക്കാം, വെസ്റ്റ് ബംഗാൾ ആയിരിക്കാം. അങ്ങനെയെങ്കിൽ റൂളിംഗ് പാർട്ടിയിൽ ഇരിക്കുന്നവരൊക്കെ സന്യാസിമാരാണോ? പോയി അവരുടെയും പോയി നോക്കൂ. നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാമല്ലോ. പിന്നെ താങ്കൾ പറഞ്ഞിരിക്കുന്നു 121 പേരുടെ ഫയൽസ് ഉണ്ടെന്ന്. താങ്കൾ പറയുന്നു നിങ്ങൾക്ക് ധാരാളം പണി തരാം, ഇഡിക്ക് ശ്വാസം വിടാൻ പോലും സമയം Definitely. കിട്ടില്ലെന്ന്. അതിൽ ചില ഫയൽസ് ഞാൻ കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഒരു വിചാരണയും നടന്നില്ലല്ലോ. എത്ര പേരെ കുറിച്ച് അങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്? പേരുണ്ട്. പക്ഷെ ഒരാൾ വന്നല്ലോ. അതൊക്കെ ആരുടെ പേരാ? നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്താ കാര്യം എന്ന് പറഞ്ഞാല്, മിഡിൽ ക്ലാസ്സിലുള്ളവര് വെറും ശമ്പളക്കാരായി മാത്രം ജീവിക്കുന്നു. അവരുടെ പുറകെ എന്തിനാണ് CBI അയക്കുന്നത്? പക്ഷെ എനിക്കൊരു ഭയവുമില്ല. ഞാൻ ജയിലിലും പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ സറണ്ടർ ആയില്ല. ഞാൻ ഷിൻഡെ പോലെ എവിടെയും പോയി ഒളിഞ്ഞിരുന്നില്ല.
എനിക്കും ഓഫർ വന്നു, ഞങ്ങളുടെ ആൾക്കാർക്കും ഓഫർ വന്നു. ഞങ്ങളുടെ കക്ഷിയിൽ വന്ന് ചേരൂ. അവര് പക്ഷെ എത്ര ഞങ്ങള് പണമാണോ ഓഫർ ചെയ്തത്? എന്നെ ഒന്നും ഒരിക്കലും വില കൊടുത്ത് വാങ്ങാനേ പറ്റില്ല. പണം കൊടുത്ത് വാങ്ങാൻ ഞങ്ങൾ വസ്തുക്കളൊന്നും അല്ലല്ലോ. എന്റെ ജീവിതമുണ്ടല്ലോ, അത് ബാലാസാഹിബ് താക്കറയുടെ കൂടെ ജീവിച്ചതാണ്. അതാർക്കും അങ്ങനെ വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് ഉയരത്തിലാണ് അദ്ദേഹം. അതിനൊന്നും പണം കൊണ്ട് വാങ്ങാൻ പറ്റില്ല. പക്ഷേ താങ്കളുടെ ജീവന പോലും ആപത്താണെന്ന് അറിഞ്ഞു താങ്കൾ ഒരു കുറ്റാരോപണം നടത്തി ഏക്നാഥ് ഷിൻഡെയുടെ മകന്റെ പേരിൽ പോലും താങ്കളെ ആപത്തിലാക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തെന്നു. അതായത് അത്തരമൊരു കുറ്റാരോപണമൊന്നും ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ ഭയപ്പെടുന്ന ആളുമല്ല. പക്ഷെ എനിക്ക് എന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു പരാതി വന്നിട്ടുണ്ടെന്ന്. അത് അദ്ദേഹത്തിന്റെ പക്കലാണ് വന്നത്. വേറെയും ചില ആൾക്കാർ ഇത് എന്നോട് വന്ന് പറഞ്ഞു. നിങ്ങളറിയാതെ ചിലതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതെന്റെ ജോലിയായിരുന്നു. അത് ഇവിടുത്തെ പോലീസിന്, ഈ രാജ്യത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കേണ്ടേ? ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന്. അത്രമാത്രം, അതേ പറഞ്ഞുള്ളൂ. പക്ഷേ ഹോം മിനിസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹം പോലും പറഞ്ഞു, അതായത് ഈ സ്റ്റേറ്റ്മെന്റ് സഞ്ജയ് റാവുത്ത് ഒരു സെൻസേഷന് വേണ്ടി അവര് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ്. ഈ രാജ്യത്തെ ഹോം മിനിസ്റ്റർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. അത്തരമൊരു സ്റ്റേറ്റ്മെന്റിലൂടെ അവരുടെ ടോട്ടൽ ഇമേജ് തന്നെ തകർന്നു. പിന്നെ മറ്റൊരു കാര്യം, റൂളിംഗ് പാർട്ടിയുടെ മിനിസ്റ്റർ ദീപക് കസരെ അദ്ദേഹം എന്താണ് പറയുന്നത് വെച്ചാൽ ഒരു പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്ന സഞ്ജയ് റാവുത്തിനെ ജയിലിലേക്ക് അയക്കുമെന്ന്. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അവരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ നീതിന്യായമൊക്കെ ഒരു വെപ്പാട്ടിയെ പോലെ എന്ന്. അതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. ഞാൻ അവരെ ജയിലിലാക്കും, ഇവരെ ജയിലിലാക്കും എന്നൊക്കെ. കോടതി എങ്ക തന്തയുടെ വകയാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ പറയൂ, ഇതുമാതിരി ഒരു മന്ത്രി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? നീതിയും ന്യായവും നിങ്ങളുടെ പോക്കറ്റിൽ വെച്ച് നടക്കുകയാണെന്ന്. നിങ്ങൾ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്ന്. ധൈര്യമുണ്ടെങ്കിൽ പിടിച്ചകത്തിട്. വീണ്ടും മുന്നിൽ വെക്കാൻ പറയൂ. ഞാനിതാ പുറത്തു വന്നല്ലോ. ചിരിച്ച മുഖത്തോടെയാണ് ഞാൻ അകത്തേക്ക് പോയത്. അതുപോലെ തന്നെ തിരിച്ചു വന്നല്ലോ. ഞാൻ കരഞ്ഞതുമില്ല, ആരെയും കണ്ട് ഭയപ്പെട്ടതുമില്ല. എന്തിനാണ് എന്നെ ഉള്ളിലേക്ക് വിട്ടത്? നിങ്ങൾ ഇട്ടു, അത്ര തന്നെ. കോടതിയിൽ നിർത്തി, പക്ഷെ വന്നല്ലോ. തിരിച്ചു വന്ന് വീണ്ടും പോരാടാൻ തുടങ്ങിയില്ലേ? പക്ഷെ താങ്കൾക്ക് അങ്ങനെ തോന്നിയില്ല താങ്കൾ കുറച്ച് ഓവറായിട്ട് പോരാടുകയാണെന്ന്? ഇല്ല, എല്ലാ കാര്യത്തിലും പോരാടിയിട്ട് ഒരു കാര്യവുമില്ലല്ലോ. 25 വർഷമായി BJP ആയിട്ട് ഞങ്ങൾ നല്ല വിശ്വസ്ത കൂട്ടുകെട്ടിലായിരുന്നല്ലോ. അപ്പോ കോൺഗ്രസിനെതിരായിരുന്നു. അപ്പൊ എല്ലാവരും സന്തോഷപ്പെട്ടിരുന്നുവല്ലോ. പവാർ സാറിനെതിരെ പോരാടുമ്പോൾ എല്ലാവരും സന്തോഷിച്ചുവല്ലോ. പക്ഷേ BJPയോട് ശണ്ട തുടങ്ങിയപ്പോ അപ്പൊ സഞ്ജയ് റാവുത്തിനെ കുറിച്ച് ജനങ്ങൾ പറയാൻ തുടങ്ങി. എപ്പോ നോക്കിയാലും ശണ്ട കൂടുകയാണെന്ന്. പോരാടുന്നത് എന്റെ കടമയാണ്. ഒരുപക്ഷെ പാർട്ടിയെ ഒരു നിലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ബാലാസാഹിബ് താക്കറെ, ഉദ്ധവ് താക്കറെ, അവരുടെ കുടുംബമുണ്ടല്ലോ, അതിനെതിരായി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണ്ടേ? അതിന് ഞാൻ റെഡിയായിരിക്കുകയാണ്. ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറയൂ, വെടിവെച്ചു കൊല്ലൂ? ഇതോ വല്ല വ്യാജ കേസും ചുമത്തി ഉള്ളിലേക്ക് വീണ്ടു തള്ളൂ? അതോ കഴിവേറ്റി കൊല്ലൂ? എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ കൂടുതൽ? എന്തിനും തുനിഞ്ഞിറങ്ങി ഞങ്ങളെ നിങ്ങൾക്ക് ഒരു ചുക്കും ചെയ്യാനാവില്ല.